ഹായ് ഫ്രണ്ട്സ്, എനിപ്പിടിക്കാണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ആൻസി ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ബോറാന്നറിയാം, എന്നാലും അറിയാനുള്ളൊരു ആകാംക്ഷ. അപ്പോൾ ദേ അരുണേട്ടനുണ്ട്, അതായത് നമ്മുടെ അളിയനാട്ടോ. അപ്പോൾ അളിയൻ എന്നെ അടിവാരം വരെ ഒന്ന് കൊണ്ടുവിടാൻ വേണ്ടി പോരുവാണ്. കാരണം ഞാൻ ചെറിയൊരു ട്രിപ്പ് പോകാം കേട്ടോ. ആൻസി ഇല്ല, അപ്പോൾ റോട്ടിൽ ഫുള്ള് വണ്ടിയാണ്. അപ്പോൾ ചെറിയൊരു ട്രിപ്പ്, അതായത് ഇന്ന് പോയിട്ട് നാളെ വരും. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ അരുണേട്ടൻ, അളിയൻ അതായത് ചൂരൽമലയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ എനിക്ക് ചൂരൽമല ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ശരിയെന്നാ. അപ്പോൾ നമ്മളിതേ ഈ വണ്ടിയിലാട്ടോ ഇന്ന് യാത്ര പോകുന്നത്. നമ്മുടെ നാനോയിൽ നിന്ന് ലോറിയിലേക്ക് മാറിയിരിക്കുകയാണ്. മഹേന്ദ്ര ഫ്യൂരിയാണ് കേട്ടോ, 13 HD. അപ്പം അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനമാണല്ലോ ചേർന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ തുടങ്ങി കേട്ടോ, യാത്ര തുടങ്ങി. ഇതാണ് ജെറിൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ ജെറിൻ നമ്മുടെ ഡ്രൈവർ സുഖുവിൻ്റെ അടുത്ത് വണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ അവനെ കൂട്ടിയിട്ടാണ് പോവാം. അവൻ്റെ ശരിക്കുള്ള പേരെന്താ? ജിഷ്ണു. അപ്പോൾ നമ്മുടെ കൂടെ ഞങ്ങൾ പാപ്പാന്ന് വിളിക്കും, ജേക്കബ് എന്നാട്ടോ പേര്. അപ്പം ജെറിനെ നമ്മളെങ്ങോട്ടാ പോണേ? സത്യമംഗലം. വീരപ്പൻ്റെ സത്യമംഗലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. എന്താ സംഭവം എന്നറിയോ? പലരും ഞങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പുത്തേറ്റ് ട്രാവൽ വ്ളോഗ്സിനെ പോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു ലോറിയിലൊരു ട്രിപ്പ് പോകുന്നത്. പക്ഷേ പുത്തേറ്റ് ട്രാവൽ വ്ളോഗ്സിൻ്റെ അത്രയും വരില്ല ഇല്ല ചേർന്നേ. ഒരു ലേശം ടയർ കുറവുണ്ട്, 5-6 ടയറിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള ടയർ വെച്ച് അവരെ പോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അവരെ പോലെയല്ല, നമ്മുടേതായ രീതിയിൽ. അപ്പോൾ ആദ്യം നമുക്ക് പെർമിറ്റ് എടുക്കണം അല്ലേ? കർണാടകൻ്റെ തമിഴ്നാടിൻ്റെ എടുക്കണ്ടേ? നമ്മൾ സത്യമംഗലം വഴി ആയതുകൊണ്ട് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് കർണാടകേൻ്റെ എടുക്കണം, തമിഴ്നാടിൻ്റെയും പെർമിറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതാണ് ചെയ്ത് തീർക്കണം. പണ്ടൊക്കെ നമ്മൾ RT ഓഫീസിൽ പോയിട്ടായിരുന്നു പെർമിറ്റ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈനിലാണ് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ കുറേയും കൂടി എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജിഷ്ണു വന്നിട്ടുണ്ട്. അപ്പോൾ ജിഷ്ണു ആണ് നമ്മുടെ ഡ്രൈവർ സുഖു അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി ആവില്ല അവിടെ എത്താൻ അല്ലേ? രാത്രിയാവും. സത്യമംഗലം രാത്രിയാവുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ബത്തേരി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി, വൃത്തിയുടെ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ബത്തേരി, സുൽത്താൻ ബത്തേരി. ഞാൻ എന്താ പറയുക, നമ്മളെ സ്വന്തം, ഞങ്ങൾ ഏത് ട്രിപ്പ് പോയാലും ഞങ്ങൾ ബത്തേരി എത്തുമ്പോൾ ഇത് തന്നെ പറയും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് തന്നെ എപ്പോഴും പറയുന്നത്. കാരണം നമ്മുടെ ഒരു സ്വന്തം നാടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും പൊക്കി അടിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ മുത്തങ്ങയിൽ അതാ നല്ല ചെക്കിങ് ആണല്ലോ. എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 9 പേര് എപ്പോഴും പിടിക്കും ഇവിടെ അല്ലേ? 9 കിലോയോ? എന്ത് കഞ്ചാവായിരിക്കും എൻ്റെ അമ്മ. പണ്ടൊക്കെയാണ് ഇവിടെയാണ് കേട്ടോ RT ഓഫീസ് വരുന്നത്. പണ്ട് ഇവിടെ ഭയങ്കര ക്യൂ കാണാം. നമ്മളിങ്ങനെ കയ്യിലൊരു 50 രൂപ ഇങ്ങനെ പിടിച്ചിട്ട് പോകും, എന്നിട്ട് പുള്ളീൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഇപ്പം ഉണ്ടോ? ഇവിടെ ആയിരുന്നു കേട്ടോ പണ്ട്. അതെ 10-20 കൊടുത്താൽ പണി പ്രശ്നം തീർന്നു അല്ലേ? 5 രൂപയെ ചെക്കന്മാരെ ചെക്കിങ് ആണല്ലോ, എക്സൈസ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. വയലല്ലേ? സാധാരണ നല്ല മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ റോട്ടിൽ ഫുള്ള് വെള്ളമായിരിക്കും. ഇത് നമ്മുടെ പൊൻകുഴി അമ്പലം കഴിയുന്നോടം വരെ ഉണ്ടാവില്ലേ വെള്ളം? പൊൻകുഴി അമ്പലം കഴിയുന്നോടം വരെ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് വലിയ വണ്ടികൾ മാത്രമേ ഇതിൽ വിടലുള്ളൂ. ചെറിയ വണ്ടികളിൽ ചിലവരിങ്ങനെ പോരും ചെറിയൊരു ധൈര്യത്തിലൊക്കെ, അവർ വന്ന് പെടുകയും ചെയ്യും. ഇതായത് ഇവിടെയൊക്കെ എപ്പോഴും വെള്ളം തന്നെ കേട്ടോ. ഇത് കാട്ടാടാണോ? അല്ലല്ലേ, നാട്ടാടാണ്. ഈ കാണുന്നതാണ്, ഈ പുഴയാണ് കേട്ടോ ഇങ്ങോട്ട് കയറി ഒഴുകുക. ഇതാണ് പൊൻകുഴി അമ്പലം.
അങ്ങനെ നമ്മൾ കർണാടക കയറി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കണം. ഇതെന്തല്ലേ കേരളത്തിലൊന്നും പേടിക്കൂലല്ലോ, അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതെ, തന്നിട്ടേ പോവുള്ളൂ. കണ്ട, ഇതിപ്പോ നമ്മൾ കൊടുത്തെങ്കിലും ചീട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, റിസീറ്റ് ഒന്നും ഇല്ല, ചുമ്മാ കൊടുക്ക മേടിക്ക. ശരിക്കും ഒരു ലോറിക്കാരൻ്റെ അടുത്തുനിന്നേ എത്ര പൈസ പോകുന്നുണ്ടല്ലേ ഒരു ട്രിപ്പ് പോയി വരുമ്പോ. ഇനിയുണ്ട്, നമ്മൾ കാറിൽ പോകുമ്പോ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇവിടെ മാത്രം കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ഇത് കണ്ട ഒരു ആന നിൽക്കുന്നത്, ഇത് നമ്മുടെയാണോ? കെട്ടിയിട്ടുണ്ട് അല്ലേ? ഓ, കുംകിയാന് ഞങ്ങൾ വെറുതെ ആശിച്ച്. ആ, ഇവിടെ ഇടയ്ക്കൊരു മണിയൊക്കെ കെട്ടിയിട്ട് ഒരു ആനേനെ കാണാലോ. ഇത് ശരിക്കും ഇവരുടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ അല്ലേ? കണ്ടോ സോളാറുകൾ നിൽക്കുന്നുണ്ടോ? ആ, ആനയ്ക്കുള്ള വീടല്ലേ. ഇതാ ഇവിടെ ഫുള്ള് മാനാട്ടോ. ഓ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കുംകിയാനയാണെങ്കിലേ ആനേനെയും മാനിനെയൊക്കെ ഇത്രയും കാണുന്നത്. അല്ലെ സാധാരണ ഒന്നിനെയും കാണാറില്ല. വൈകുന്നേരം ടൈമില് ഇത് കണ്ട. ഓ, ചെളിയിലിങ്ങനെ കുളിച്ച് നിൽക്കാതെ ഇപ്പുറത്തുണ്ട് കേട്ടോ, 2 പേരുണ്ട്. റോഡിലേക്കാണോ? അല്ല, ഇതൊക്കെ കുഞ്ഞുങ്ങളാ അല്ലേ, വലിയ വലിപ്പമൊന്നുമില്ല. അവരൊക്കെ നിൽക്കുന്നത് ഇതുങ്ങളെ കണ്ടിട്ട് നിൽക്കുന്നതാ. ആ, അതെ അതെ. അങ്ങനെ നമ്മൾ മുത്തങ്ങ കാട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ 2 സൈഡിലും ഇഷ്ടം പോലെ കൃഷി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ, വയല് സെറ്റപ്പ് സ്ഥലം. ഇപ്പോൾ കൂടുതലും പൂക്കൃഷിയുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ആൾക്കാരെ കാക്കിയിട്ടവരെ നമ്മൾ പേടിക്കണം അല്ലേ. അതുകൊണ്ടോ ഫുൾ പൂക്കളാണ്. ഭയങ്കര പൈസയാണ്. ഇതിലൊന്നും എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി നോക്ക്. 50 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്. എന്തിനല്ല അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഫോട്ടോ എടുക്കലേ. നമുക്ക് ഇങ്ങനെ എടുക്കാം. സൂര്യകാന്തി കുറച്ചുണ്ട് കേട്ടോ. അവിടെ ആരും പൈസ ചോദിക്കുന്നില്ല, അതാണ് അവർ അങ്ങോട്ട് പോണത്. വേണ്ട, അത് ഈ റോഡ് സൈഡിലുള്ളതാണ് ഏറ്റവും കുഴപ്പം. അവിടെ ആൾക്കാരുണ്ടാവും. ഇതുണ്ടോ പൂക്കൾ കൊണ്ടുപോകുന്നുണ്ടോ. ഫസ്റ്റ് ഫുള്ള് പെയിന്റ് കമ്പനിക്ക് പോകുന്ന സാധനം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു റേറ്റ് ആയിരിക്കില്ല, നമ്മുടെ ഓണം അങ്ങോട്ട് ആയിക്കോട്ടെ അല്ലേ, ഓണത്തിന് ഡബിൾ റേറ്റ് ആയിരിക്കും. ഈ പെയിന്റ് കമ്പനിക്കാർ കൊണ്ടുപോയതിൻ്റെ ബാക്കി സാധനം നമുക്ക് നാട്ടിൽ കിട്ടും ഇല്ലാത്ത വിലയ്ക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇവിടെ 88 രൂപയാണ് ഡീസലിൻ്റെ റേറ്റ്. അതെല്ലാം ഇത് കണ്ടോ, ഫുള്ള് കൊങ്ങിണിയുണ്ടോ, നല്ല അടിപൊളി കളർ കൊങ്ങിണിയുണ്ട് കേട്ടോ, സൂപ്പർ. അപ്പോൾ ഡീസൽ അടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യമംഗലം ഫോറസ്റ്റ് പാസ്സാവണം കേട്ടോ. അവിടെ 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ എത്തുന്ന സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വിടാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ. ഇത് ഭയങ്കര കളറിലാണല്ലോ, കളർഫുള്ള് കേട്ടോ. സാധനങ്ങളെല്ലാം വറക്കാനുള്ള സാധനങ്ങൾ, പച്ച കളറുണ്ട്, മീനുണ്ട്, ചിക്കൻ, എല്ലാവിധ സാധനമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ കഴിക്കാനുള്ളത് നോക്കട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര സംഭവമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് കാണിക്കാത്ത കേട്ടോ. ഇത് കണ്ടോ, തമിഴ്നാട് ബസ്സുകാരനാട്ടോ ഈ കിടക്കുന്നത്. ഇയാൾ അനക്കുന്നുണ്ടോ നോക്ക്, റോട്ടിൽ നിന്ന് ഇറക്കുന്നില്ല. ഉണ്ട് ഇവിടെ പോട്ടെ അങ്ങനെ എടുത്തോ. അയാൾ നോക്ക്, അയാൾ അനങ്ങാണ്ടിരിക്കണ നോക്ക്. അവിടെ ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടല്ലോ. എന്നിട്ട് അയാൾ നോക്ക്, എന്ത് മനുഷ്യനല്ലേ. ഗ്ലാസ് ഇവിടെ പോട്ടെ അങ്ങനെ പോട്ടെ ഗ്യാപ്പ് ഉണ്ട്. പോട്ടെ അങ്ങനെ പോട്ടെ. പോട്ടെ ഇവിടെ സ്പേസ് ഉണ്ട്, ഇനി കുഴപ്പമില്ല. എന്ത് മനുഷ്യനല്ലേ. ബസ്സുകാരൊക്കെ
നമ്മുടെ നാട്ടിലെ ബസ്സുകാരാണ് എങ്ങനെയെങ്കിലൊക്കെ സൈഡാക്കി തരും. ഇതെന്താ കാണിക്കുന്നത്? അയാൾ വണ്ടി ഓഫ് ആക്കിയിട്ട് അവിടെ ഇരിക്കുക. എന്ത് മനുഷ്യനല്ലേ. ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. നമ്മൾ സമയം പോയി ആകെ വിരല് പിടിച്ചു വരിക അന്നേരം ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ സത്യമംഗലത്ത് എത്തി കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഉണ്ട്, ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി സൈഡാക്കി. ഉള്ളിൽ 2 പേർക്ക് കിടക്കാം. അപ്പോൾ 2 പേര് വണ്ടിക്കകത്തും ഒരാൾ പുറത്തും കിടക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് രാവിലെ നോക്കാം. രാത്രിയായി, 12 മണിയായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സത്യമംഗലത്ത് കേട്ടോ, നമ്മുടെ വീരപ്പൻ്റെ സത്യമംഗലത്ത്. ഈ ബേക്കിൽ കാണുന്ന മല ഉണ്ടോ? ഈ മലേൻ്റെ മുകളിലുള്ളൊരു അമ്പലം കേട്ടോ. അത് വീരപ്പൻ്റെ അമ്പലമാണ് അല്ലേ? വീരപ്പൻ്റെ അമ്പലം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്ന സ്ഥലം കേട്ടോ ഇത്. വണ്ടി കിടക്കുന്നുണ്ടോ? വണ്ടിക്കകത്ത് തന്നെ ഞങ്ങൾ ഉള്ളിൽ തന്നെ കൂടി. കൊതുക് അടിച്ചിട്ട് ഭയങ്കര കൊതുകായിരുന്നു. രാത്രി എടുത്തുകൊണ്ട് പോയെന്ന് ഞങ്ങൾ വിചാരിച്ചേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പറമ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. വാഴക്കന്ന് കയറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ രക്ഷപ്പെടില്ലല്ലേ? എങ്ങനെയെങ്കിലും കഴിച്ചിലാവണം. ജിഷ്ണു, നമുക്ക് അമ്പലത്തിൻ്റെ മേളിൽ പോയാലോ? ഈ കാണുന്നതാണ് നമ്മുടെ വീരപ്പൻ്റെ അമ്പലം അല്ലേ? ഇവിടെയൊക്കെ ഫുള്ള് ഇതൊരു ഗ്രാമ ഏരിയ കേട്ടോ. ഫുള്ള് വീടുകൾ, ഇഷ്ടം പോലെ വീടുണ്ട്. ആ സൈഡ് പോയാലും അവിടെയൊക്കെ വീടുകൾ തന്നെ. രാത്രി ഒരു വഴിക്ക് പട്ടിക്കൊര, ഒരു വഴിക്ക് കൊതുക്. എന്തായാലും ഉറക്കം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലെ. സ്ഥലം എന്നാലും അടിപൊളി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കന്ന് കയറ്റാനുള്ള ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം ഓരോ സ്ഥലത്ത് പോയി കയറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ആയാലും പോക്ക് കിടക്കില്ല. ഇതുണ്ട്, ഇത് ഫുള്ള് ഇവിടെ ഇതൊരു ഗ്രാമം കേട്ടോ. ഈ കാണുന്നത് അങ്ങോട്ടൊക്കെ വീടുകളാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു കല്യാണ മണ്ഡപമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ടിലാണ് ഇന്നലെ ഞങ്ങൾ കിടന്നത് കേട്ടോ. ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ സർക്കാരിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. തമിഴ് വായിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്താന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് മെല്ലെ പോവാട്ടോ. അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അതാണ്, തമിഴ്നാട്ടിൽ വന്നാൽ പിന്നെ ഫുഡിൻ്റെ കാര്യം നമ്മൾ പേടിക്കണ്ട അല്ലേ? ഇവിടെ കണ്ടോ ഫുള്ള് വാഴ കൃഷി കേട്ടോ. വാഴയാണ് മെയിൻ. വാഴയുണ്ട്, തെങ്ങുണ്ട്, എല്ലാവിധ പച്ചക്കറിയുണ്ട്. ഇത് സത്യമംഗലം മേട്ടുപ്പാളയം റൂട്ടാട്ടോ ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് വാഴ നിൽക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ വാഴവിത്ത് കയറ്റുന്നോടത്തേക്ക് വന്നു കേട്ടോ. ഈ സൈഡ് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞളാട്ടോ. ഫുള്ള് മഞ്ഞളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഓ, ഇതിലെ ഗ്യാപ്പില്ലേ, കയ്യിലേ പോയി നോക്കാം. അപ്പത്തേ കയറ്റാൻ തുടങ്ങി കേട്ടോ. ഇത് എറിഞ്ഞൊന്നും ആവില്ല അല്ലേ? 27 ഒരു സൈഡിലത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത സൈഡിലേക്ക് പോവാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ ആ മഞ്ഞൾ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് പോകുന്നത്. ഇവിടെ എന്താ പറയുക, ഈ കർണാടകയിൽ കൂടുതൽ ഈൽഡ് കിട്ടും. അതാണ്, കർണാടകയല്ല, ഇത് തമിഴ്നാട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെക്കാളും കൂടുതൽ ഈൽഡ് കിട്ടും. അതാണ് ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇതൊക്കെ പിരിച്ചതാട്ടോ. ഞാനൊരു കൊലേൻ്റെ വലുപ്പം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ ഇത്രയും കിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര വലിയ കൊലയാണ്. ഞാൻ കാണിച്ചു തരാം. കൃഷി ചെയ്യുന്നവർക്ക് കറക്റ്റ് അറിയാം. ഇത് കണ്ടോ, വെയിലടിക്കുന്നതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവില്ല. അതാണ് വേറൊരു കാര്യം. അതാണ് ഇവിടെയൊക്കെ ഫുള്ള് കൂടുതലും ട്രിപ്പ് ഇറിഗേഷൻ കേട്ടോ. ഇതല്ല, അതിൻ്റെ പൈപ്പാണ് ഈ കിടക്കുന്നത്. അതാകുമ്പോൾ എന്താ പറയുക, വെള്ളമൊക്കെ കുറച്ച് മതി. അത്യാവശ്യം വലിയ തോട്ടം കേട്ടോ. അമ്പാ, ഈ ഒരു കൊലേൻ്റെ മുഴുപ്പ്. ഇത് നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനത്തെ കൊലയാണ്. അവിടെയൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇനി ഈ വഴി വന്നെങ്കിലേ നമുക്ക് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് വാഴ വെട്ടിയിട്ട് അങ്ങോട്ട് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വീതിയുള്ള വഴിയായിരുന്നു, പക്ഷേ ഫുൾ കാട് കയറി അലമ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെയൊക്കെ സുഖമായിട്ട് പോരും. പക്ഷെ ഇവിടുന്ന് ഇപ്പുറത്തേക്കാണ് നമുക്കൊരു ഡൗട്ട്. കണ്ടോ, വഴി ഡ്രൈവർക്ക് കറക്റ്റ്, ജിഷ്ണുവിന് വഴി മനസ്സിലാവുന്ന പോലും ഇല്ല കേട്ടോ. വണ്ടി അങ്ങനെ പറമ്പിൻ്റെ നടുക്കെത്തിച്ചു കേട്ടോ. പക്ഷേ ഇത് നോക്ക്, ശരിക്കും ഇത് വഴിയുള്ളതാണ് കേട്ടോ. പക്ഷേ വാഴപ്പിണ്ടി ഇട്ട് അലമ്പാക്കി കളഞ്ഞേക്കാം. അതിൽ പോലെ നടക്കില്ല. ജിഷ്ണു ഒന്ന് വേർത്തുന്നില്ലേ? കുറച്ച്. അതെ,
ഇനി അപ്പുറത്തേക്കും കൂടി പോകണമെന്ന് പറഞ്ഞാൽ കുടുങ്ങിയാണ് കേട്ടോ. വാഴ വെട്ടുന്ന കത്തി ഒന്ന് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ? ആ ചാർജർ ഉണ്ട്. സി ടൈപ്പേ ഉള്ളൂ, സി ടൈപ്പ്. ഇത് കണ്ടോ? ഇതാട്ടോ വാഴ വെട്ടുന്നത്. നമ്മുടെ അരുവിയൊക്കെ പോലെ ഉണ്ട്, എസ്കത്തി പോലെ ഉണ്ട്. മേളിൽ പിടിക്കുന്നു, ഒരു വലി. നമ്മളാക്കിയിട്ട് റെഡിയാവുന്നില്ലല്ലോ, ഇവരാക്കിയാലേ അത് റെഡിയാവുള്ളൂ കേട്ടോ. ഇതൊക്കെ തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിൽ, അത് സത്യമംഗലത്തിലെ ഉൾഗ്രാമത്തിലെ വീടുകളാട്ടോ ഈ കാണുന്നത്. വെറും ഷീറ്റ്. ഇതിൻ്റെ അകത്തൊന്നും ആളില്ല, പക്ഷെ ഇവിടെയൊക്കെ ആളുണ്ട്. ഇതിലൊക്കെ ആളുള്ള വീട്ടാട്ടോ. അതിൻ്റെ അകത്തൊക്കെ ചൂട് കാരണം എങ്ങനെ ജീവിക്കുന്നു അല്ലേ? നമ്മൾ പോണ വഴി കണ്ടോ? ഇത് കണ്ടോ? ഈ വീടൊക്കെ കണ്ടോ? ചെറിയ ചെറിയ ഷെഡ് സെറ്റപ്പ് ആട്ടോ. ഇവിടെ ഉണ്ട് അങ്ങനത്തെ വീട്. ചെക്കനൊന്ന് പേടിച്ച്. ആ അടുത്ത അവിടെ കയറ്റുന്നല്ലേ. അപ്പം അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനെ കണ്ടില്ലേ, ഈ നീല ബനിയൻ. പുള്ളി ഒരു ഗവൺമെൻറ് സാറാട്ടോ. ഇതാണ് കേട്ടോ ഈ മലേൻ്റെ മേളിൽ കാണുന്നതാണ് രാവിലെ ഞാൻ കാണിച്ച അമ്പലം, നമ്മുടെ വീരപ്പൻ്റെ അമ്പലം, ഓതിമലൈ കോയിൽ. ആ ഇവിടെയല്ലേ നമുക്ക് കയറ്റാനുള്ള നേരെ ചോദില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ളായി കേട്ടോ. ഇനി പായും കൂടി ഇട്ടിട്ടേ നമുക്ക് പോക്ക് നടക്കുള്ളൂ. സമയം ഇപ്പം തന്നെ 2:45. ഇനിയിപ്പോൾ 3 മണിയാവും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കേട്ടോ. പുള്ളിക്ക് താളോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞ് ഫുള്ളായി. ഇനി നമ്മൾ വല്ല പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിൽ നമുക്ക് കയറാൻ സ്ഥലം ഇല്ലല്ലോ. നമ്മളെവിടെ കയറും ഇനി? അപ്പം നമ്മളങ്ങനെ പോവുകയാണ്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ? ഫുഡല്ല, ഇച്ചിരി വെള്ളം കുടിക്കണം. എനിക്ക് അതാണ് വെയിറ്റ്. ഇത് നമ്മുടെ വള്ളിപ്പയറാണേ. ഇത് കുറ്റിയായിട്ടാണല്ലോ നിൽക്കുന്നത്. കുറ്റിപ്പയർ, സോറി മാറിപ്പോയി. ഇവിടെ പച്ചക്കറിയൊക്കെ കൂടുതൽ വാഴ കേട്ടോ. ഈ ഒരു ഏരിയ കൂടുതലും വാഴയാണ്. ഇത് കണ്ടില്ലേ, ഈ വാഴേൻ്റെ ഇടയ്ക്ക് കൂടി സവോള വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതാ ചെറിയുള്ളി, സവോള അല്ലല്ലേ, ചെറിയുള്ളിയാണേ. നല്ല ലെവലിൽ വെച്ചേക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞങ്ങളങ്ങനെ മേട്ടുപ്പാളയം സത്യമംഗലം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ സത്യമംഗലം ഫോറസ്റ്റാണ്, നമ്മുടെ വീരപ്പൻ്റെ അല്ലേ. വീരപ്പൻ അഴിഞ്ഞ വിളയാടിയ ഫോറസ്റ്റ് അല്ലേ. അങ്ങോട്ട് അതെ, ആ മലകൾ കണ്ടോ അല്ലേ. ഇനി ആ മലകൾ നമ്മൾ മൊത്തം കയറണം. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ. പക്ഷേ ഈ റൂട്ട് അടിപൊളിയല്ലേ. ഈ 2 സൈഡും കാടും, നടുക്ക് കൂടി ഈ റോഡ്, ചെറിയൊരു ചാറ്റൽ മഴയും കൂടി വേണം, എങ്കിൽ പൊളിക്കും. ണ്ടോ നിന്ന് പൈസ മേടിക്കുന്നത്. ഇല്ല നീ നിർത്തണ്ട. അവിടെ ഇപ്പോൾ നമ്മള് പൈസ കൊടുത്തു അല്ലേ. ഒരു RTO ആണെന്നും പറഞ്ഞ ഒരു 50 രൂപ ആരോ വന്ന് മേടിക്കുന്നത്. പിന്നെ ഇതേ ബില്ല്, അതും ഒരു 50 രൂപ. എന്നിട്ട് പിന്നെ ഒരുത്തം നിൽക്കുക മേടിക്കാൻ വേണ്ടി. നാണല്ലോ പറഞ്ഞു. ആ ചോദിക്കുമ്പോൾ കൊടുക്കാൻ. ഫുള്ള് പൈസ കേട്ടോ. ഒരു 10 മീറ്റർ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് ഒരാൾ പൈസ മേടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ചിലപ്പോൾ പൈസ. പിന്നെ എന്നിട്ട് പറയും ഇതൊക്കെ റൂൾസാണ്. എന്താ പോലീസുകാരും കൂടെ നിൽക്കുക, എന്നിട്ടാണ് ഈ കൈക്കൂലി മേടിക്കുന്നത്. RTO ആണെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ സത്യമംഗലം റൂട്ടിൽ വരുന്ന വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് കാലിവണ്ടി ആണെങ്കിൽ 6 മണി വരെ കയറ്റി വിടുള്ളൂ. കാലിവണ്ടി അല്ല, വെജിറ്റബിൾസ് എന്തെങ്കിലും ആണെങ്കിൽ 11 മണി വരെ നമുക്ക് പോകാൻ കുഴപ്പമില്ല. ഇന്നലെ ഞങ്ങൾ എന്തൊക്കെയോ ഒരു ഇതിൽ അങ്ങനെ കയറി പോയതാട്ടോ. നമ്മൾ ഇന്നലെ കാലിയായിരുന്നല്ലോ, എന്നാലും നമുക്ക് എങ്ങനെയോ കയറി പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ നമ്മൾ സത്യമംഗലം ചുരം കയറാൻ തുടങ്ങി കേട്ടോ. 27 വളവ്, അതായത് 27 ഹെയർ പിൻ വളവുണ്ട് ഈ സത്യമംഗലം ചുരത്തിന്. അസനൂർ 15 കിലോമീറ്റർ. ഈ അസനൂരാണ് രാത്രിക്ക് അടയ്ക്കുന്നത് അല്ലേ, 15 കിലോമീറ്റർ. പക്ഷെ നമ്മുടെ വയനാടൻ ചുരം ആകെ 9 വളവേ ഉള്ളൂ, പക്ഷേ 11 കിലോമീറ്റർ ഉണ്ട്. അതാണ് ഈ ചുരങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം.
ഫസ്റ്റ് വളവാണോ? അതെ. ഇത് കണ്ടോ, കയറ്റം കയറുമ്പോൾ വലിയ മുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സ്വിച്ചുകളാട്ടോ ഇതൊക്കെ. ഇവിടെ ടെർബോ ഉണ്ട്, ഹെവി ഉണ്ട്, പിന്നെന്താ ലൈറ്റ് അല്ലേ, ലൈറ്റ്. അങ്ങനെ 3 സ്വിച്ച് ഉണ്ട് കേട്ടോ. പവർ അങ്ങനെ 3 സ്വിച്ച് ഉണ്ട്. അപ്പോൾ വലിയ മുട്ടൊക്കെ ആണെങ്കിൽ അത് ഓരോ സ്വിച്ചിലിട്ട് അങ്ങോട്ട് കയറ്റിയാൽ ആള് കറക്റ്റ് ലോഡും വെച്ച് വലിച്ച് കയറിക്കോളും കേട്ടോ, ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ വളവായതേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ വളമായപ്പോൾ തന്നെ താഴേക്ക് നോക്കി ആ കാണുന്ന ഫുള്ള് സത്യമംഗലം ടൗൺ ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റും ബാക്കി ഫുള്ള് ഫോറസ്റ്റ്. ഇത് കണ്ടോ ഈ ഇരിക്കുന്നത്? ഓ, അതിൻ്റെ വാല് ഒരു പാമ്പിനെ പോലെ ഉണ്ട് അല്ലേ? ഇതാണ് സിംഹവാലം പോലെ. സിംഹവാലം തന്നെയല്ലേ അതിന് പറയാ? ഇതൊക്കെ സത്യമംഗലം കാടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ കാണുന്നത്. എൻ്റെ അമ്മ, താഴേക്ക് നിലം കാണൂല, അങ്ങനെ ഇടിച്ചു കുത്തിയ മരങ്ങൾ നിൽക്കുന്നു. ആ കാറുകാരൻ എന്താ പറ്റിയ പണി കിട്ടിയോ? എല്ലാ ലോറിക്കാരും മേളിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വലിമുട്ടാൻ സാധ്യതയുള്ളൊരു. അങ്ങോട്ട് നോക്കും മല. ഒറ്റ ഒടിക്ക് കിട്ടൂലേ. പക്ഷെ കാറുകാരൻ കണ്ടോ, ഇതാണ് സ്ഥിതി. ചുരത്തിലെങ്കിലും കുറച്ച് തിരക്ക് കുറച്ച് വെക്കൂടെ. BKC പ്രൈഡ് ഒരു ലോറി വരുന്നുണ്ട്, അയാൾ നിർത്താൻ ചാൻസ് ഇല്ല. ആ ചെറിയ വണ്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ പോവാം. ഓ, പിന്നെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുക. നീ ഹോൺ അടിച്ച് കയറിക്കുക, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലേ ഒരു വണ്ടിയും കൂടി ഉണ്ട്. നമ്മൾ ഇനി കയറാൻ പോകുന്ന യെസ് വളവാട്ടോ. ഇവിടുത്തെ സുമതി വളവെന്ന് വേണമെങ്കിൽ പറയാല്ലേ. സുമതി വളവെന്നൊന്നും പറയില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇവിടെ എപ്പോഴും ബ്ലോക്ക് വരുന്നൊരു വളവായത്. പോട്ടെ, കാരണം അങ്ങനത്തെ കയറ്റം കേട്ടോ ഇത്. അതാണ് ഇങ്ങനെ 2 വളവായിട്ട് കൊടുത്തേക്കുന്നത്. ആഹാ, ഒന്ന് നോക്കിയേ. അങ്ങനെ ഞങ്ങൾ സത്യമംഗലം ചുരം കയറി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഫോറസ്റ്റിൽ കൂടിയാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നരകത്തിലേക്കല്ലേ, നഗരത്തിലേക്കാട്ടോ ഇനി അടുത്ത് നമ്മൾ പോകുന്നത്. അവിടെ നമുക്കൊരു ലേശം ഇറക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ബാക്കി പോവുള്ളൂ. ആന. 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഫോറസ്റ്റ് കാര്യമാണ്. കുഞ്ഞുങ്ങൾ കൊള്ളാല്ലേ. കുഞ്ഞുങ്ങള് പാപ്പ കുടിക്കുക. പാപ്പം കുടിക്കല്ലേ പാപ്പ? കിട്ടി. അങ്ങനെ ഞങ്ങൾ കർണാടക കയറി കേട്ടോ. കർണാടക കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മളെ തടഞ്ഞ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ വേറെ ഒന്നിനും കാണുന്നില്ല കേട്ടോ. കുറേ പന്നികളെ കാണാം. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു സൂത്രം കാണിച്ചാലോ കേട്ടോ. ഇങ്ങനത്തെ ചായ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. നോക്കൂ, ഈ കളറ് കട്ടൻ ചായ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? പാൽ ചായ അല്ല, കട്ടൻ ചായയാണ്. വേറെന്തോ സാധനം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച കട്ടൻ ചായ, പക്ഷെ പുള്ളി തന്നത് വേറെന്തോ സാധനമാണ്. ഇപ്പം അതേ നല്ല ചായ കിട്ടി കേട്ടോ. ആ ചെറുക്കൻ എന്തോ മിസ്റ്റേക്ക് പറ്റി. എന്ത് കൂടുതലിട്ടെന്ന് പറഞ്ഞവര്? പാത്രം കഴുകിയില്ലാന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും ഇപ്പം അതേ നല്ല സൂപ്പർ ചായ കിട്ടി കേട്ടോ. ഇത് കണ്ട് ഈ ലോറിയൊക്കെ എങ്ങനെ വെച്ചേക്കുന്നത് നോക്ക്. നടു റോട്ടിലാണ്, പിന്നെ എങ്ങനെ ബ്ലോക്കായിരിക്കുന്നത്. ആ സൈഡുകാർ പിന്നെ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ HD കോട്ടയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കവിടെ HD കോട്ടയിൽ ലേശം കന്ന് ഇറക്കാനുണ്ട്. അത് ഇറക്കിയിട്ട് നമ്മൾ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് പോവും, അല്ലെങ്കിൽ നാളെ രാവിലെ പോകും. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾ പോവുള്ളൂ.
ഇത് നമ്മുടെ മടിക്കേരി മാനന്തവാടി റൂട്ടാട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇറക്കാനുള്ളത് ഇറക്കി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മെല്ലെ പോവുകയാണ്. രാത്രിക്ക് ഇവിടെ ഇറക്കി, രാവിലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇനി നമുക്ക് വേഗം വിടാം. ഇതുണ്ടോ, ഇത് ഫുള്ള് പരുത്തി കേട്ടോ. പരുത്തി ആ സൈഡിലും ഉണ്ട്, പരുത്തിയുണ്ട്, ഇഞ്ചിയുണ്ട്. മെയിൻ ഇഞ്ചിയും പരുത്തിയാണല്ലോ ഇപ്പോൾ ഇവിടെ അല്ലേ. ഇതുണ്ടോ, ആ കാണുന്ന ഫുള്ള് കൃഷി പാടങ്ങളാണ് കേട്ടോ. ഫുള്ള് കൃഷി, വാഴയുണ്ട്. ഇന്നലെ ഫുള്ള് വാഴയും തെങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പരുത്തിയുണ്ട്, ഇഞ്ചിയുണ്ട്, ചോളം, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മളങ്ങനെ നാഗർഹോൾ ടൈഗർ റിസർവിലേക്ക് എത്തി കേട്ടോ. ഇത് കയറി വന്നപ്പോഴേ ഇവിടെ ആനയും മാനും നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജിഷ്ണു എൻട്രി ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ ഒരു പുലി നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കൊണ്ടുപോകും നമ്മളെ. അപ്പോൾ അങ്ങനെ എൻട്രി ചെയ്ത് നമുക്കൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ലിപ്പ് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുമ്പോൾ അവിടെ കാണിക്കണം. എങ്കിൽ അപ്പോഴേ അല്ലേ, ഇതിൽ ടൈമും ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ എൻട്രി ആയിട്ടുണ്ട്. ദൈവമേ, വല്ല ആനേനെയും കാണണേ അല്ലേ. ആനേനെ കണ്ടില്ലേലും പന്നീനെ കണ്ടാൽ മതി. ഇതാണ് പാപ്പൻ്റെ താല്പര്യം. അതെ, ഒരു പന്നീനെ കൊണ്ടുപോവാണില്ലേ. എല്ലാ സാധനവും ചുമ്മാ. അതെ, ഇഷ്ടം പോലെ മാനുകളുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ എന്നറിയില്ല. അവിടെയുണ്ട്. ആ, അവിടെ ഉണ്ട് അല്ലേ. നല്ല കൊമ്പന്മാരൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ മാനുണ്ട് അല്ലേ. ഇവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ ചെറിയ പിള്ളേരൊക്കെ അതെ, ആ ജോലിക്കാരായിരിക്കും ചിലപ്പോൾ അല്ലേ. ആ, വീടൊക്കെ നല്ല പച്ച കളറ് പെയിന്റ് അടിച്ചേക്കുന്നത്. അങ്ങനെ ആനേനെ കണ്ടില്ലല്ലോ, ആനവണ്ടി കണ്ടു. മൈസൂർ വണ്ടിയാ. വഴി ഇച്ചിരി മോശമുണ്ടല്ലോ ഇനി, കുറച്ച് കട്ടോ അല്ലേ. 10 കിലോമീറ്റർ. ഇത് നോക്കി, മാനും ഒക്കെ എന്തോരം മാന. രാവിലത്തെ തീറ്റ കഴിഞ്ഞ് കിടക്കുക കേട്ടോ. എൻ്റെ പൊന്നെ, എന്തോരം ഉണ്ടല്ലേ. ആ, ടാറ്റ. നാളെ യൂട്യൂബിൽ ഇടാം കേട്ടോ. ആ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല നെൽകൃഷിയുണ്ട്, കാച്ചിലും ഉണ്ട് കേട്ടോ. അങ്ങപ്പുറത്ത് കവുങ്ങ് കാണാം, കവുങ്ങുണ്ട്. നമ്മളങ്ങനെ ഏതാണ്ട് നമ്മൾ കേരളം കയറാനായില്ലേ. കുറച്ചുകൂടി ഉണ്ടല്ലേ, കുറച്ചും കൂടി കഴിഞ്ഞാലേ നമ്മൾ കേരളം കയറുള്ളൂ കേട്ടോ. ആ, ഇത് കാണാൻ വല്ലാത്തൊരു ഭംഗി. അങ്ങനെ നമ്മളിതാ ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി സ്ലിപ്പ് കൊടുക്കണ്ടേ? ഏത് സൈഡ്? ആ സൈഡാ. എന്നാ അപ്പോൾ ആ സ്ലിപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അങ്ങനെ നമ്മളിതാ കേരളത്തിലേക്ക് കയറുകയാണ്. എന്താണ്? അങ്ങനെ നമ്മൾ ബാവലിയിലേക്ക് എത്തി കേട്ടോ. ആ, കേരളത്തിലേക്ക് കയറുമ്പോൾ ഇനിയും മേടിക്ക് കൊടുക്കുമോ? അത് കർണാടകക്കാർ കേരളത്തിൽ കയറിയത് അല്ല, നമ്മൾ കേരളത്തിൽ കയറി കർണാടകക്കാർക്ക് പൈസ കൊടുക്കും. എന്തായാലേ ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ അവർ മൈൻഡ് ചെയ്യൂല നമ്മളെ. നമ്മുടെ പോലീസുകാർക്കും വേണ്ട, ഫോറസ്റ്റുകാർക്കും വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ 2 ദിവസത്തെ യാത്ര അല്ലേ, 2 ദിവസത്തെ യാത്ര 3 ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ അപ്പോൾ ഇത് ജിഷ്ണു കേട്ടോ. ജിഷ്ണു നമ്മുടെ
സുഹൃത്തും അളിയനൊക്കെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ നമ്മുടെ വീഡിയോസ് എല്ലാം പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നോടും വരെ